കേരളത്തിൽ എത്ര പെന്തക്കോസ്റ്റൽ വിശ്വാസികളുണ്ട്? ഏണ്ട ഒരു ഇപ്പോഴത്തെ ഒരു 15 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെ വിശ്വാസികൾ കേരളത്തിലുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. അല്ല, ഉദാഹരണം പത്തനംതിട്ട പാർലമെന്റിൽ തന്നെ നമുക്ക് 1 ലക്ഷത്തിനും 1.20 ഇടയ്ക്കുള്ള ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോഴും ഒരു പെന്തിക്കോസിന്റെ സംഘടനകളും കൃത്യമായി ആ കണക്കുകൾ പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം നമ്മളെ സംബന്ധിച്ചോളം 25 ലക്ഷം പെന്തിക്കോസുകാരുണ്ട്. നമുക്കറിയാം നമ്മുടെ ക്രിസ്ത്യൻ സമുദായങ്ങളിൽ ഓർത്തഡോക്സോ മർത്തോമയോ യാക്കോബയോ ആണെങ്കിൽ അവർക്ക് ആ ക്രിസ്ത്യന്റെ ബ്രാക്കറ്റിൽ ഇടാം. നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല, പെന്തിക്കോസുകാർക്കില്ല. ക്രിസ്ത്യൻ പെന്തിക്കോസ് എന്നാൽ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തില് ഞാനും ഗ്ലാഡ്സൺ ബ്രദറും ഷാമുവൽ സാറും കൂടെ പോയി അന്ന് ബഹുമാനപ്പെട്ട KT ജലീൽ മന്ത്രിയെയും കണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെയും കണ്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ നിവേദനം കൊടുത്തു. ഇപ്പം നാണ്ട് അതുകൊണ്ട് ഗസറ്റ് എടുത്ത് നോക്കൂ, അതിനകത്ത് പെന്തിക്കോസ് എന്ന് പറഞ്ഞ് കൃത്യമായ ഗസറ്റിൽ ടൈപ്പ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വലിയ നേട്ടമല്ലേ സമൂഹത്തിന്? അല്ല, ബ്രദർ പറഞ്ഞു, ഞാനിപ്പോ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ് അത് കേട്ടിട്ട്. ഞാൻ അതിന്റെ ഗസറ്റിന്റെ എടുത്ത് അയച്ചു തരാം. 15 ലക്ഷം പെന്തക്കോസുകാർ കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു 4 ലക്ഷം ആളുകളെയാണ് പ്രതീക്ഷിച്ചത്. അല്ല, കാരണം എന്നറിയോ, ഇത് നമ്മുടെ ആൾക്കാര് ഈ പ്രവർത്തനങ്ങളില്ല, ഈ ഗ്രൂപ്പുകൾ, ഈ കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര സ്നേഹമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് നിന്നതുകൊണ്ട് ഒരു ഗവൺമെന്റിന് നമ്മുടെ കണക്ക് അവർക്കറിയാം കൃത്യമായിട്ട്. എങ്കിൽ പോലും നമ്മൾ 20 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങൾക്കും ഗവൺമെന്റിനെ സമീപിക്കുന്നില്ല. എന്നോട് എല്ലാ മുന്നണികളെയും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ വലിയൊരു സമൂഹമാണ് നിങ്ങൾ. ചില 5 പാർലമെന്റിൽ വരെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനുമുള്ള കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് പെന്തിക്കോസ്. പക്ഷെ നിങ്ങള് യഹൂദന്മാരെ പോലെ ചിതറിക്കിടക്കുന്നു, നിങ്ങൾ ഒന്നിക്കണം എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഞങ്ങൾ വന്നേ പിന്നാണ് ഇപ്പൊ ഈ കൃത്യമായ കണക്കുകൾ ഞങ്ങൾ പല പത്രസമ്മേളനങ്ങളിലൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം, ഇത്രയും ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പൂർവികന്മാര് ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. അവരെ കൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവരെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവത്തിന് വേണ്ടി ദൈവനാമം ദൂഷിക്കാതെ ദൈവനാമം ഉയർത്തിയത് കൊണ്ടാണ് ഈ 20 ലക്ഷം പെന്തിക്കോസ് വിശ്വാസികൾ ഇന്ന് കേരളത്തിലുള്ളത്. എന്നാൽ ഇതുവരെയും ഈ പെന്തിക്കോസ് സമൂഹത്തിന് അർഹതപ്പെട്ടത് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല. ഒരു സ്കൂളുകളില്ല, കോളേജുകളില്ല, ആശുപത്രികളില്ല, വൃദ്ധസദനങ്ങളില്ല. അതുപോലെ തന്നെ കേരള സർക്കാരിനെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്ന ഒരു സമൂഹമാണ് പെന്തിക്കോസ്. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് നമുക്ക് ഈ കേരളത്തിൽ നോക്കുവാണെങ്കിൽ മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിപ്പോ ഏത് ഗവൺമെന്റ് വന്നാലും ഇങ്ങനൊരു സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ജയിലുകളിൽ പോകുന്നു, അല്ലെങ്കിൽ തെരുവോരങ്ങളിൽ സുവിശേഷം പറയുന്നു, അല്ലെങ്കിൽ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അനേകരോട് സുവിശേഷം പറയുന്നു. അങ്ങനെയാണ് 20 ലക്ഷം ആൾക്കാർ വന്നത്. അപ്പൊ 20 ലക്ഷം ആൾക്കാരെ മാനസാന്തരപ്പെടുത്താനും പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പെന്തിക്കോസ് സമൂഹത്തിന് മാത്രമേ കഴിയുന്നുള്ളൂ. പരസ്യമായിട്ട് പോയിട്ട് തെരുവോരങ്ങളിൽ പോയി സുവിശേഷം ലജ്ജയില്ലാതെ പറയുന്ന ഒരു കൂട്ടർ പെന്തിക്കോസുകാരാ. അങ്ങനെ പെന്തിക്കോസുകാർ പറഞ്ഞു, ഈവൻ ഞാൻ പോലും അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടു വന്നത്. അപ്പം എനിക്ക് തെരുവോരത്ത് പോയി സുവിശേഷം പറയുന്നതിന് കുഴപ്പമില്ല. ഞാൻ കാരണം ഒരു 10 ആത്മാക്കളയിലും ഈ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ മദ്യപാനത്തിൽ നിന്നും മറ്റുള്ള മയക്കുമരുന്നിൽ നിന്നൊക്കെ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ഈ പെന്തിക്കോസ് സമൂഹം ചെയ്ത വലിയ കാര്യങ്ങള് സർക്കാരിനും അറിയാം. പക്ഷെ നമ്മള് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, നമ്മളാരും ചോദിക്കത്തില്ല. നമ്മളെല്ലാം മടിമേളയിൽ ഇരുന്ന് സുഖിച്ച് ജീവിക്കുന്നു, താഴത്തെ തട്ടിലോട്ട് ഇറങ്ങുന്നില്ല. പാവപ്പെട്ട ഒരു ദൈവദാസന്റെ വിഷയം കണ്ടാൽ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയങ്ങൾ. ബ്രദറെ പറഞ്ഞ